ഇപ്പോൾ കൊച്ചിയിൽ വളരെ വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് കഴിയുന്നത്, എനിക്ക് അറിയാവുന്ന ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് ഒരു ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് തരിക, ബെസ്റ്റായിട്ട് തന്നെ നമ്മുടെ മോഡലിനെ സെറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ മോഡൽ. നമ്മളിന്ന് ചെയ്യുന്ന മേക്കപ്പ് ഒരു സിഗ്നേച്ചർ ബ്രൈഡൽ ലുക്ക് തന്നെയാണ്. നമുക്ക് ക്രിസ്ത്യൻ വെഡിങ്ങിൽ, മുസ്ലിം വെഡിങ്ങിൽ, അതുപോലെ തന്നെ നമുക്ക് റിസപ്ഷൻ ലുക്കിലൊക്കെ ചെയ്യാൻ പറ്റും. ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് പൊതുവേ നമ്മുടെ ഫേസിന് സൂട്ടാവുന്ന രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. എങ്ങനെയാണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഓൾറെഡി ജസ്റ്റ് നമ്മളൊന്ന് ഹെയർ ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, അതിൻ്റെ ടെക്നിക്സ് എന്താണ്, എങ്ങനെയാണ്. അതുകൂടാതെ എല്ലാവരുടെയും കുറച്ച് പ്രശ്നങ്ങൾസ് ഉണ്ട്. എല്ലാവർക്കും നമ്മളിപ്പോൾ ചെയ്യുന്ന മേക്കപ്പിൽ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ കവറപ്പ് ചെയ്യുന്ന ടെക്നിക്കുണ്ട്. ഓരോ ആർട്ടിസ്റ്റും ഓരോ സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അത് വെച്ചിട്ട് ഫ്യൂച്ചർ ബൈറ്റ്സിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒരുക്കാൻ കഴിയും. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രൈഡൽ വരുമ്പോൾ നമുക്ക് പ്രശ്നം എല്ലാവർക്കും ഒരേപോലെ നല്ല സ്കിൻ ടോൺ കിട്ടണമെന്നില്ല. പൊതുവേ നമുക്ക് ബ്രൈഡ്സ് മോഡൽ പോലല്ല. ബ്രൈഡ്സ് ഭയങ്കര സ്കിൻ പ്രോബ്ലംസ് ഉള്ളതായിരിക്കാം കൂടുതൽ. അപ്പം സ്കിന്ന് ഡിസ്കളറേഷൻ ഉണ്ടാവും, അതുപോലെ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവും, ഇത് കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊതുവേ ഈ ഡിസ്കളറേഷൻ വരുന്ന ബ്രൈഡ്സ്, അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്ന് വരുന്നുണ്ട്, ഡസ്കി സ്കിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവേ ആർട്ടിസ്റ്റിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും എന്നല്ല ഉദ്ദേശിക്കുന്നത്, എവരി വൺ നന്നായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ചിലർക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും, ചെറിയ ടെക്നിക്സ് കിട്ടിയാൽ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നത്രയും ഞാൻ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് സ്കിൻ ഹൈഡ്രേഷൻ മോർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. സ്കിൻ എപ്പോഴും അത്യാവശ്യം ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്മൈൽ ലൈൻസ് അല്ലെങ്കിൽ ക്രാക്സ് ഒക്കെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്കിൻ പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്യുക. കൂടാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ജസ്റ്റ് 2 to 5 മിനിറ്റ്സോളം നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഒരു പെൻട്രേഷൻ ഉണ്ടാവും, പ്രോഡക്റ്റ് പെൻട്രേഷൻ. അപ്പോൾ സ്കിൻ ഒന്നും കൂടി ഹെൽത്തി ആവും. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോലെസ് മേക്കപ്പ് തന്നെ ആയിരിക്കും കിട്ടുക. ഫേസിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. Hold on. നമ്മുടെ ദേഹത്തിൻ്റെ സ്കിന്ന് കുറച്ച് ഓയിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സസ് ഓയിൽ വരാനുള്ള കണ്ടീഷനുണ്ട്. അപ്പോൾ നമ്മൾ പോർ മിനിമൈസിങ് പ്രൈമറാണ് കൊടുക്കുന്നത്. പോർ മിനിമൈസിങ് പ്രൈമർ കൊടുക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസൊക്കെ കുറച്ച് മിനിമൈസ് ആവും. അപ്പോൾ സ്വെറ്റ് കൺട്രോൾ ആവും. സ്വെറ്റ് 100% കുറയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ ഒരുവിധം കൺട്രോൾഡ് ആയിട്ടായിരിക്കും സ്വെറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹ്യൂമിഡിറ്റി ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമുക്കത് നല്ലതായിരിക്കും.
PSCയുടെ ഫോർ മിനിമൈസിങ് പ്രൈമർ. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് കഴിഞ്ഞും ഫേസ് ചെയ്യാൻ പറ്റും, ഫേസ് കഴിഞ്ഞും ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് ഫേസ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൺസീൽ ചെയ്യുകയാണ്. കൺസീൽ ഇദ്ദേഹത്തിൻ്റെ ഡിസ്കളറേഷൻ എവിടെ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നു. പിന്നെ അണ്ടറയിൽ ചെറിയ രീതിയിൽ ഡാർക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. കൺസീൽ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് ഒരു പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ റെഡ്, ഓറഞ്ച് അങ്ങനെ കളേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കൊരു സ്കിൻ കളറിൽ തന്നെ ഇത്തിരി ഡാർക്കർ ഷെയ്ഡ് വെച്ചിട്ടായിരിക്കും കൺസീൽ ചെയ്യുന്നത്. കൺസീലറിനെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ കൺസീലറാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്യാവശ്യം റിസൾട്ടും ഉള്ള പ്രൊഡക്റ്റാണ്. ഷെയ്ഡ് നമുക്ക് ലൈക്ക് കെ ബ്യൂട്ടിയിൽ തന്നെ 3-4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മളൊരു 3 ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ 3 ഷെയ്ഡ്സാണ്. Y ടാൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം അത് ഇദ്ദേഹത്തിൻ്റെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. കൺസീലർ മിനിമൽ ലെയറായിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് ബ്രൈഡ്സ് ഇപ്പോൾ പൊതുവേ പറയുന്നൊരു കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ പലരും ചെയ്യുമ്പോൾ ഭയങ്കര കേക്കി ഫീൽ, തിക്ക് ഫീൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ടാണ് മിനിമലായിട്ട് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം ഡിപ്പെൻഡ്സ് upon ദ ക്ലയൻ്റ് ആണ്. അപ്പോൾ ക്ലയൻറ്റ് അത്യാവശ്യം ഡിസ്കളറേഷൻ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കൺസീൽ ചെയ്യേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാനേജ് ചെയ്ത് എത്രത്തോളമാണ് നമുക്ക് ആവശ്യം അതനുസരിച്ച് നമ്മൾ എടുക്കുക. പിന്നെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് കൂടി മനസ്സിലാക്കുക. ക്ലയൻറ്റ് അത്യാവശ്യം ഹെവി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലയൻറ്റ്സ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ നമ്മളത് അനുസരിച്ച് ചെയ്യുക. നാസിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാറുള്ളത്. നാസിൻ്റെ അത്യാവശ്യം നമുക്കൊരു ഫ്ലോലെസ് ഫീൽ ഉണ്ടാവും, എങ്കിൽ അത്യാവശ്യം തിക്നെസ് ഭയങ്കര ഹെവി ആയിട്ടൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് നാസ് പിന്നെ ഞാൻ മാക്കിൻ്റെ കൂടി മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ റേഡിയൻ്റൽ ഫിനിഷ് ഒരു ഗ്ലോയും കൂടി നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഷോൾഡർ
ഈ സൈഡിൽ നമ്മൾ സ്കിന്നിൽ ഫസ്റ്റ് ലെയർ ആപ്ലിക്കേഷൻ ചെയ്തു. ആക്ച്വലി നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ജസ്റ്റ് നമ്മൾ കളർ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, എങ്കിൽ ഭയങ്കര ഡിഫറൻസ് വന്നിട്ടില്ല. അപ്പം അത് അപ്പുറത്ത് നമ്മൾ ഈ 2 സൈഡായിട്ട് കാണിച്ച കാരണം അതാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ബേസ് സ്കിൻ കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോണ്ടൂർ ചെയ്ത് അതിനൊരു ഫേസ് ഡെഫിനിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാനാണ്. നമ്മൾ മിക്സ് ചെയ്ത ഷെയ്ഡ് നാസിൻ്റെ തഹോ എന്ന് പറഞ്ഞ ഷെയ്ഡ്, പിന്നെ നമ്മുടെ മാക്കിൻ്റെ തന്നെ NC35 ആണ്. Serious man. ഇതിന് കുറച്ച് ഫോർഹെഡ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർഹെഡിൽ ലൈറ്റർ ഷെയ്ഡിൽ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല, ഒരു നാച്ചുറൽ ലുക്കും കിട്ടില്ല. അതുകൊണ്ട് കോണ്ടൂർ നമ്മുടെ ഹെയർ ലൈനിലോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് കോണ്ടൂർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു ഫോർഹെഡിൻ്റെ വിസിബിലിറ്റി. അതുപോലെ നമ്മൾ കോണ്ടൂർ ചെയ്തിട്ട് കോണ്ടൂർ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചീക്ക് സൈഡിലാണെന്നെങ്കിൽ അപ്വേർഡും ചെയ്യുക, നമ്മുടെ ജോ ലൈനിൽ ചിൻ ലെവൽ ചെയ്യുമ്പോൾ ഡൗൺവേർഡും ചെയ്യുക. ഇതിന് നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാർട്ടിൻ്റെ N മീഡിയം ഷെയ്ഡാണ്. മീഡിയം ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവേ ഒരു മീഡിയം സ്കിൻ ടോണിന് പറ്റും. ഇത് ഇത്തിരി ലൈറ്ററായിട്ട് തോന്നുവാണെങ്കിൽ
നമ്മൾ ഇദ്ദേഹത്തിന് അടുത്ത സ്കിൻ ലെവലുള്ള ഫൗണ്ടേഷൻ ഒന്ന് ആഡ് ഓൺ ചെയ്ത് ലൈറ്റായിട്ടൊന്ന് ലിഫ്റ്റിംഗ് കുറച്ച് ബെറ്റർ ആയിരിക്കും. നമ്മുടെ സ്കിൻ കളർ, ബേസ്, അതുപോലെ കോണ്ടൂർ, ഹൈലൈറ്റ് എല്ലാം മീഡിയം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്ന ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗ്ലോ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലോ നിലനിർത്താനായിട്ട് ചെയ്യുമ്പോൾ കൂടുതലും ലൈക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലിക്വിഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അവർ നിലനിൽക്കും. പക്ഷേ ക്ലൈമറ്റ് കണ്ടീഷൻ, ഹ്യൂമിഡിറ്റി ക്ലൈമറ്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഒരു ലൈക്ക് ലാസ്റ്റിങ് കുറയും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അന്ന് മാത്രം നമ്മൾ ക്ലയൻറ്റിനെ കൺസൾട്ട് ചെയ്യുക. ബോബി ബ്രൗണിൻ്റെ ലിക്വിഡ് ബ്രഷാണ്. നമുക്ക് ഹൈലൈറ്റർ ഒന്ന് ലൈക്ക് ഒരു മാറ്റ് ഫിനിഷ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്ലോയി ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ പൗഡർ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഹൈലൈറ്റർ പൗഡർ വെച്ച് ലൈറ്റായിട്ടൊന്ന് നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിന്റ്സ് ഒന്ന് കൊടുത്തിട്ടാണ് പൗഡർ പാക്ക് ചെയ്യുന്നത്. കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ്. ട്രാൻസ്ലൂഷൻ പൗഡർ എടുത്തിരിക്കുന്നത് ലോറ മെർസിയുടെ ആണ്. അപ്പോൾ ആക്ച്വലി നമ്മളത് എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ പൗഡർ ഈവൻ ആയിട്ട് ബ്ലെൻഡ് ആവും, കൂടെ ഒന്ന് ബേക്ക് ആവും.
അതിനുശേഷം ആപ്ലിക്കേഷൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ജസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫേസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ജസ്റ്റ് സെറ്റിംഗ് സ്പ്രേ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഐ മേക്കപ്പിലോട്ട് പോകാറുള്ളത്. അപ്പോൾ ഫേസ് ഒന്നും കൂടി സെറ്റ് ആവും, കുറച്ചും കൂടി ടൈം എടുത്ത്. ആ ടൈം നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി കറക്ഷൻ ചെയ്യുന്ന ടൈമത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഷാൽബെറിയുടെ സെറ്റിംഗ് സ്പ്രേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല സെറ്റിംഗ് സ്പ്രേ ആണ് ഷാൽബെറി. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഓസി ഗ്ലോയുടെ നമുക്ക് ക്രാക്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മിനിമലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി ഫീൽ ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് അൺറൈസിൽ കൊടുക്കാൻ പറ്റും. അതിനൊക്കെ തന്നെ ചിലർക്ക് ഈ ചിരിക്കുന്ന സമയത്ത് സ്മൈൽ ലൈൻസ് ഉണ്ടാവാറുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് കൊടുക്കാൻ പറ്റും. ഇദ്ദേഹത്തിന് ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ വലിയ ഇഷ്യൂസ് ഇല്ല, ചെറിയൊരു സ്മൈൽ ലൈൻ മാത്രമാണ് ഉണ്ടാവാറ്. അത് പൊതുവേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് മോയ്സ്ചറൈസറിൻ്റെ അത് കവറായിട്ടുണ്ടാവും. നമ്മൾ ഐയിൽ ബേസ് കൊടുക്കുന്ന കൺസീലർ ഫസ്റ്റ് ഇദ്ദേഹത്തിന് കൊടുത്ത കെ ബ്യൂട്ടിയുടെ ഷെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത്, സ്കിൻ ടോൺ മാച്ച് ചെയ്യാനായിട്ട്. താഴോട്ട് നോക്കും മേഡം.
ഇപ്പോഴത്തെ ബ്രൈഡ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു നൂഡ് മേക്കപ്പ് വേണം, ഭയങ്കര കേക്കിയ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഐ മേക്കപ്പ് താല്പര്യപ്പെടുന്നില്ല. അപ്പം നമ്മളും ഇതൊരു ന്യൂഡ് കാറ്റഗറിയിൽ സിമ്പിൾ ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസിൻ്റെ വാം ക്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐ പാലറ്റ് ഉണ്ട്. ഇത് ഭയങ്കര ഹെവി ബഡ്ജറ്റും അല്ല, പക്ഷെ നമുക്ക് പൊതുവേ സിമ്പിളായിട്ട് എല്ലാവർക്കും ലൈറ്റ് മേക്കപ്പിനെ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഐ മേക്കപ്പ് വേണ്ട താല്പര്യപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്നൊരു പാലറ്റാണ്. പേസ് PAESE. നമുക്ക് ടൈം കുറവായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്തു പോകുന്നത്. അവിടെ എന്തുണ്ടെങ്കിലും ചോദിക്കാൻ കുഴപ്പമില്ല, ലാസ്റ്റ് ചോദിച്ചാൽ മതി. നമ്മൾ ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം, ഐ ജെല്ല് യൂസ് ചെയ്യാം. ഞാൻ ഐ ജെല്ലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലോട്ടിൻ്റെ ആണ് ഐ ജെല്ല് കേട്ടോ.
ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഓക്കെ. ലിപ്പിൽ ആപ്ലിക്കേഷൻ ലിപ്പിനകത്ത് നമുക്ക് ലിപ്പ് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ലിപ്പിനകത്ത് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ലിപ് സെറമോ അല്ലെങ്കിൽ ലിപ് ബാമോ എല്ലാം കൊടുത്ത് ഒന്ന് ലിപ്പ് ഒന്ന് ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ചേട്ടാ
ഇത്തിരി കൂടി. തിരിച്ചാൽ മതി. ആ ലൈറ്റ് ഷൂ. ലിപ്പ് നമുക്ക് 2-3 രീതിയിൽ വരയ്ക്കാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ സിംഗിൾ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓംബ്ര ആഡ് ചെയ്യാൻ പറ്റും. ഓംബ്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ടർ കോർണറിൽ വരുന്നതെല്ലാം കുറച്ച് ഡാർക്കർ ആയിരിക്കും. ഇനി ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളത് ലൈറ്റർ ഷെയ്ഡ് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ആ കളർ എടുത്തു. കളർ കളർ ശരി. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് എഫക്റ്റ്, ഒരു ഗ്ലോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗുച്ചിയുടെ പ്രോഡക്റ്റ്സ് ഉണ്ട്, പിന്നെ അതിനൊക്കെ കെവിൻ കോയിൻ ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പാട്രിക്റ്റ പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ നാളെ പാട്രിക്റ്റ് മേടിക്കണമെന്നല്ല, ഇതിനൊക്കെയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പാട്രിക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ മിനിമലായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യണം. കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഭയങ്കര ഓവർ സ്വെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഓവർ ഹ്യൂമിഡിറ്റി ക്ലൈമറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര മെൽറ്റായ ഫീൽ കാണിക്കും. പാട്രിക്റ്റ
കളറിങ്.